ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത ത്രയോദശോऽധ്യായഃ. ക്ഷേത്രജ്ഞവിഭാഗയോഗഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളെ 6 അധ്യായങ്ങൾ വീതമുള്ള 3 ഷഡ്കങ്ങളായി തിരിച്ച് തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ വിവരണം സാധിക്കുന്നു. തത്വമസി എന്ന മഹാവാക്യത്തിലെ തത് എന്ന പദം പരമാത്മാവിനെയും ത്വം പദം ജീവാത്മാവിനെയും അസി പദം അവയുടെ ഐക്യഭാവത്തെയും കുറിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങൾ, അതായത് പ്രഥമ ഷഡ്കം ത്വം പദാർത്ഥമായ ജീവാത്മാവിനെയും തുടർന്നുള്ള 6 അധ്യായങ്ങൾ ദ്വിതീയ ഷഡ്കം തത്പദാർത്ഥമായ പരമാത്മാവിനെയും വിവരിച്ചു കഴിഞ്ഞു. അവസാനത്തെ 6 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന തൃതീയ ഷഡ്കം അസി പദത്തിൻ്റെ വ്യാഖ്യാനമാണ്. തത്പദവും ത്വം പദവും പ്രത്യേകം നിർണയിച്ച് രണ്ടും ഒന്നാണ് തത്വമസി എന്ന വാക്യാർത്ഥം സ്ഥാപിക്കാൻ ആരംഭിക്കുകയാണ്. 7-ാം അധ്യായത്തിലെ 4ഉം 5ഉം ശ്ലോകങ്ങളിലായി ഈശ്വരൻ്റെ 2 വിധത്തിലുള്ള പ്രകൃതികളെക്കുറിച്ച് പറഞ്ഞു. പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയും ചേർന്ന് 8 വിധത്തിൽ വിഭജിക്കപ്പെട്ട ത്രിഗുണാത്മികയായ പ്രകൃതിയാണ് ഈ സംസാരത്തിന് ഹേതുവായി നിൽക്കുന്നത്. അതിനെ അപരാപ്രകൃതി എന്നും മറ്റേത് ജീവചൈതന്യമായി ഈശ്വരാത്മികയായി നിൽക്കുന്നത് പരാപ്രകൃതിയും. ചൈതന്യസ്വരൂപിയായ പുരുഷൻ ജഡപ്രകൃതിയിൽ ആവേശിക്കുമ്പോഴാണ് അവ സചേതനങ്ങളായി തീരുന്നത്. ശരീരം മുതലായ ഉപാധികളും അവയുടെ വിഷയങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തെ ക്ഷേത്രമെന്നും അതിനെ പ്രകാശിപ്പിക്കുന്ന പരംപൊരുളിനെ ക്ഷേത്രജ്ഞൻ എന്നും പറയുന്നു. ഭഗവത്ഗീത പഠനത്തിൻ്റെ തുടക്കത്തിൽ ഗീതയിൽ 700 ശ്ലോകങ്ങളാണെന്നും എന്നാൽ ചില പുസ്തകങ്ങളിൽ 13-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടുതൽ ചേർത്തിട്ടുണ്ട്, അങ്ങനെ 701 ശ്ലോകങ്ങളാണെന്നും പറഞ്ഞിരുന്നു. ഇവിടെ എന്തായാലും ആ ഒരു ശ്ലോകം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അർജുനൻ്റെ ചോദ്യത്തോടുകൂടി ഈ അധ്യായം ആരംഭിക്കാം. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അർജുനൻ പറഞ്ഞു, കേശവ, ഭഗവാനെ, പ്രകൃതിം പുരുഷം ചയേവ, പ്രകൃതി പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രജ്ഞം ച ഏവ, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞേയം ച ഏതത്, ജ്ഞാനം ജ്ഞേയം ഇവയെപ്പറ്റിയെല്ലാം വേദിതും ഇച്ഛാമി, അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റിയെല്ലാം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതി, പുരുഷൻ എന്നിവ സാഖ്യശാസ്ത്രത്തിലെ പ്രസിദ്ധങ്ങളായ 2 സാങ്കേതിക പദങ്ങളാണ്. ജഡവസ്തുക്കളുടെ സഞ്ചയത്തെ പ്രകൃതിയെന്നും അതിനെ സചേതനമാക്കുന്ന ആത്മചൈതന്യത്തെ പുരുഷൻ എന്നും പറയും. പ്രകൃതി അനാത്മാവിനെയും പുരുഷൻ ആത്മാവിനെയും കുറിക്കുന്നു. പുരുഷൻ അഥവാ ചൈതന്യം സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ അതിൻ്റെ സമ്പർക്കത്താൽ സചേതനമായി തീരുന്ന പ്രകൃതിയിലാകട്ടെ ചേഷ്ടകൾ പ്രകടീകൃതമാവുകയും ചെയ്യുന്നു, ജീവിതം ആരംഭിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിദ്യുത് ശക്തിക്ക് സ്വയമേവ പ്രകാശിക്കാനാവില്ല, എന്നാൽ അത് ബൾബിനോട് ചേരുമ്പോൾ പ്രകാശമായി പ്രകടമാവുന്നത് പോലെ. പ്രകൃതിയുടെ പര്യായമാണ് ക്ഷേത്രം, പുരുഷൻ്റെ പര്യായം ക്ഷേത്രജ്ഞനും. ശുദ്ധജ്ഞാനം ക്ഷേത്രവുമായി സമ്പർക്കത്തിലാവുമ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന ഭാവം കൈവരുന്നു. ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ അത് ശുദ്ധജ്ഞാനമായി പരമാത്മഭാവത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. ജ്ഞാനം, ജ്ഞേയം എന്നിവ എന്താണെന്നും അർജുനൻ ചോദിക്കുന്നുണ്ട്.
ജ്ഞാനം എന്നാൽ അറിവ്, ജ്ഞേയം എന്നാൽ അറിയപ്പെടേണ്ടതായ വസ്തു. അർജുനന്റെ ജിജ്ഞാസയ്ക്കുള്ള മറുപടിയുമായി ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് രണ്ടാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദ. കൗന്ദേയ, അർജുന, കുന്തിപുത്ര, ഇതം ശരീരം, ഈ ശരീരത്തെ, ക്ഷേത്രം ഇതി, ക്ഷേത്രമെന്ന്, അഭിധീയതേ, പറയപ്പെടുന്നു, യഹ, ഏതൊരുത്തൻ, ഏതത്, ഇതിനെ, ഈ ശരീരത്തെ, വേത്തി, അറിയുന്നുവോ, തം, അവനെ, ക്ഷേത്രജ്ഞഃ ഇതി, ക്ഷേത്രജ്ഞൻ എന്ന്, തദ്വിദഃ, അതിനെ അറിയുന്നവൻ, ആ വിഷയത്തെ അറിയുന്നവർ, പ്രാഹു, പറയുന്നു. ഭഗവാൻ പറയുന്നു, അർജുന, ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു, ഇതിനെ ആരറിയുന്നുവോ അവനെ ക്ഷേത്രജ്ഞൻ എന്നും പറയുന്നു. ശരീരം എന്നാൽ ശീര്യതേ ഇതി ശരീരഃ, ശരീരമെന്നാൽ ഹിംസിക്കപ്പെടുന്നത്, നശിക്കുന്നത് എന്നെല്ലാം അർത്ഥം. ക്ഷതങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യപ്പെടുന്നത്, ഹാനികളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നത് എന്തോ അത് ക്ഷേത്രം. കർമ്മഫലം പ്രദാനം ചെയ്യുന്ന വിളഭൂമി ആയതുകൊണ്ടും ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. ക്ഷേത്രജ്ഞൻ എന്നാൽ ക്ഷേത്രത്തെ അറിയുന്നവൻ. ശരീരമെന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആര് ബോധവാനായിരിക്കുന്നുവോ, അതിനെ തന്നിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വസ്തു എന്ന നിലയിൽ ജ്ഞാനവിഷയമാക്കുന്നുവോ, ആ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ഒന്നുകൂടി വ്യക്തമാക്കാം. പരമാത്മാവിന് രണ്ട് തരം പ്രകൃതികളുണ്ട്, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. ഈ രണ്ട് പ്രകൃതികളിൽ കൂടിയേ പരമാത്മാവിനെ അറിയാൻ കഴിയൂ. പ്രകൃതിയെയും പുരുഷനെയും വിവേചിച്ച് അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അതിനുവേണ്ടിയാണ് ഭഗവാൻ പ്രകൃതിരൂപമായ ക്ഷേത്രത്തെയും പുരുഷരൂപമായ ക്ഷേത്രജ്ഞനെയും വേർതിരിച്ച് അർജുനന് വിവരിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ തുടരുന്നു. മൂന്നാമത്തെ ശ്ലോകം. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോ ജ്ഞാനം യത്തജ്ഞാനം മദം മമ. ഭാരത, അർജുന, സർവക്ഷേത്രേഷു ച, സകല ശരീരങ്ങളിലും, മാം അപി, എന്നെ തന്നെ, ക്ഷേത്രജ്ഞം ഇതി, ക്ഷേത്രജ്ഞനെന്ന്, വിദ്ധി, നീ അറിയണം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോ, ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരുടെ, ജ്ഞാനം യത് തത്, അറിവ് യാതൊന്നാണോ അതാണ്, ജ്ഞാനം ഇതി, അറിവ് എന്നത്രേ, മമ മതം, എൻ്റെ അഭിപ്രായം. ഭഗവാൻ തുടരുന്നു. മൂന്നാമത്തെ ശ്ലോകത്തിൽ, അർജുന, സർവക്ഷേത്രങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ എന്നറിഞ്ഞാലും ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ് ശരിയായ ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ശരീരത്തിലും വെവ്വേറെ ക്ഷേത്രജ്ഞൻ ഇരിപ്പുണ്ട് എന്നതാണ് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള അനുഭവം. എല്ലാ ജീവികളും സ്വന്തം ശരീരത്തിൻ്റെ യോഗക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികളും ദേഹാഭിമാനികളുമാണ്. മറ്റൊരു ദേഹത്തിൽ ഞാൻ എന്ന അഭിമാനം ആരും വെച്ചു പുലർത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ, അവൻ വേറെ, ഇവൻ വേറെ എന്നുള്ള അനുഭവവും എല്ലാവർക്കും ഉണ്ടാകുന്നു. ക്ഷേത്രജ്ഞൻ്റെ തത്വം അറിയാതെ എല്ലാ ജീവികളും ഭിന്ന ദൃഷ്ടികളായി മാറുന്നു. അങ്ങനെയുള്ള ജനങ്ങളെ യഥാർത്ഥ തത്വം ബോധിപ്പിക്കാനായി ഭഗവാൻ പറയുന്നു, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി. എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ പരമാത്മാവ് മാത്രമാണ്. പരമാത്മാവ് പൂർണ്ണമാണ്. അതിന് പരിച്ഛേദമില്ല, ഭേദത്തിന് അവകാശവുമില്ല. എന്നാൽ ഈ ശരീരമാണ് ഞാൻ എന്ന ദേഹാത്മബുദ്ധി കൊണ്ടാണ് നമുക്ക് ഈ തത്വം ബോധിക്കാൻ പ്രയാസമാവുന്നത്. ക്ഷേത്രത്തെയും സർവക്ഷേത്രങ്ങളിലും അഥവാ ജഡ ഉപാധികളിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞനെയും ആത്മാവിനെയും സംബന്ധിച്ച് ശരിയായ അറിവാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ്
മായാമോഹങ്ങളിൽ നിന്നും ഒരു ജീവനെ മുക്തനാക്കുന്നതും. ഇനി 4-ാമത്തെ ശ്ലോകം. തത്ക്ഷേത്രം യച്ഛ യാദൃച്ഛ യദ്വികാരി യദശ്ച യത് സജയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. തത് ക്ഷേത്രം, ആ ക്ഷേത്രം, യത് ച, യാതൊന്നാണ് അല്ലെങ്കിൽ എന്താണ്, യാദൃച്ഛ എങ്ങനെയിരിക്കുന്നതാണ്, യദ്വികാരി യാതൊരു വികാരമുള്ളതാണ്, യത് ച യാതൊന്നിൽ നിന്ന് ഉണ്ടായതാണ്, സഹ ച അവനും, അതായത് ആ ക്ഷേത്രജ്ഞനും, യഹ ഏതൊരുത്തനാണ്, ആരാണ്, യത് പ്രഭാവ യാതൊരു പ്രഭാവമുള്ളവൻ, തത് സർവം അതെല്ലാം, സമാസേന ചുരുക്കമായിട്ട്, മേ ശൃണു എന്നിൽ നിന്നും നീ കേട്ടുകൊള്ളുക. മേൽ സൂചിപ്പിച്ച ആ ക്ഷേത്രമുണ്ടല്ലോ, തത് ക്ഷേത്രം, അതെന്താണ്, എന്തൊക്കെ അടങ്ങിയതാണ്, അതെങ്ങനെയുള്ളതാണ്, എന്താണ് അതിൻ്റെ സ്വഭാവം, എന്തെന്ത് വികാരങ്ങളോട് കൂടിയതാണ്, മാത്രമല്ല ആ ക്ഷേത്രജ്ഞനുണ്ടല്ലോ അതാരാണ്, എന്ത് മഹിമയുള്ളതാണ്, ഇതെല്ലാം ഞാൻ ചുരുക്കി പറയാം, കേട്ടോളൂ. ക്ഷേത്രജ്ഞൻ അഥവാ ആത്മാവ്, ക്ഷേത്രം അഥവാ ശരീരം, ഇവയെ വിവരിക്കാൻ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതാണ് ഈ ശ്ലോകം. ഇനി ആ അറിവ് വേദസമ്മതമായതാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 5-ാമത്തെ ശ്ലോകം. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈ. ഋഷിഭിഃ ജ്ഞാനികളാൽ, ബഹുധാ പല പ്രകാരത്തിലും, വിവിധൈ വിവിധങ്ങളായ, ഛന്ദോഭി ഛന്ദസ്സുക്കളാൽ, പൃഥക് വെവ്വേറെയായും, ഹേതുമദ്ഭി യുക്തിയുക്തങ്ങളായി, വിനിശ്ചിതൈ വിനിശ്ചിതങ്ങളായ, അതായത് ഇന്ന വിധം എന്ന് തീർച്ച വന്നവയായ, ബ്രഹ്മസൂത്രപദൈ ബ്രഹ്മപ്രതിപാദക വാക്യങ്ങളാലും, ഏതത് ഇത്, അതായത് ക്ഷേത്രജ്ഞ സ്വരൂപം, ഗീതം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രജ്ഞ തത്വം എന്നത് പല പ്രകാരത്തിൽ ഋഷികളാൽ വർണ്ണിക്കപ്പെട്ടതും വിവിധ വേദവാക്യങ്ങളാൽ വേർതിരിച്ച് പറയപ്പെട്ടിട്ടുള്ളതുമാണ്. യുക്തിയുക്തമായി നിശ്ചയിക്കപ്പെട്ട ബ്രഹ്മസൂത്രപദങ്ങളാലും ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാലും ഇത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. വസിഷ്ഠൻ മുതലായ ഋഷികൾ പല വിധത്തിലുള്ള മന്ത്രങ്ങളെ കൊണ്ട് ക്ഷേത്രജ്ഞന്മാരെ കീർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്ര പദങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ പ്രകൃതത്തെപ്പറ്റി വിസ്തരിച്ചിട്ടുമുണ്ട്. ബ്രഹ്മസൂത്ര പദങ്ങൾ എന്നാൽ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ബ്രഹ്മത്തെ അറിയിക്കുന്നതും അതിലെത്തിക്കുന്നതുമായ പദങ്ങൾ. ഋഷിമാരും വേദങ്ങളും എല്ലാം ശരീരാത്മാക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുക്കൾ യുക്തിയുക്തം സമർത്ഥിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഭഗവാൻ അർജുനനോട് പറയാൻ പോകുന്നു. ഹരി ഓം തത്സത്.